അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. റാഹേൽ സുന്ദരനായ തേജസ്സുറ്റ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. അതുല്യ സുന്ദരനായ ആ കുഞ്ഞിന് അവർ യൂസുഫ് എന്ന് പേരിട്ടു. തന്റെ മറ്റു മക്കളോടില്ലാത്ത സ്നേഹം യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫിനോട് കാണിച്ചിരുന്നു. ഏത് ജോലി തിരക്കിനിടയിലായാലും യൂസഫിനോട് കാണിക്കുന്ന അമിത വാത്സല്യത്തിൽ ലിയയ്ക്കും പുത്രന്മാർക്കും അതൃപ്തിയുണ്ടായിരുന്നു. എന്നാൽ അത് പുറത്തു കാണിക്കാൻ അവർ ധൈര്യം കാണിച്ചിരുന്നില്ല. ലബാനു മഹറായി കരാർ ചെയ്ത 14 വർഷം കടന്നുപോയി. ഒരു ദിവസം യാക്കൂബ് നബി അലൈഹിസ്സലാം ലബാനോട് പറഞ്ഞു, മാമ, അങ്ങയ്ക്ക് മഹറായി തന്ന 14 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് നാട്ടിലേക്ക് പോകണം. അതിനങ്ങ് എന്നെ അനുവദിക്കണം. യാക്കൂബ്, നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ എതിർക്കുന്നില്ല. സമ്പത്തൊന്നുമില്ലാതെ അങ്ങോട്ട് പോയാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് 1 വർഷം കൂടി കഴിഞ്ഞ് പോയാൽ മതി. ഈ വർഷം എന്റെ ആടുമാടുകൾ പ്രസവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കൃഷിയിൽ നിന്നുള്ള വരുമാനവും യാക്കൂബിന് നൽകിടാം. ഈ നിബന്ധനയും യാക്കൂബ് നബി അലൈഹിസ്സലാം സമ്മതിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ലബനാന്റെ ആടുമാടുകൾ പ്രസവിച്ചത് മുഴുവൻ ആൺകുഞ്ഞുങ്ങളായിരുന്നു. കൃഷിയിലും ഇരട്ടി ലാഭവും ലഭിച്ചു. പറഞ്ഞുറപ്പിച്ച ആ വർഷം കടന്നുപോയി. യാക്കൂബ് നബി അലൈഹിസ്സലാമും കുടുംബവും കൻആനിലേക്ക് യാത്ര തിരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തി. ഒട്ടകങ്ങളെയും വിലപിടിപ്പുള്ള പാരിതോഷികങ്ങളും പരിചാരകരെയും ലബാൻ അവർക്ക് നൽകി. ഈ സമയം റാഹേൽ വീണ്ടും ഗർഭിണിയായി. യാക്കൂബ് നബി അലൈഹിസ്സലാം റാഹേലിനു വേണ്ടി പ്രത്യേകം ഒരു ഒട്ടകത്തെ തയ്യാറാക്കി. ദുർഘടമായ യാത്രയിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും യാക്കൂബ് നബി അലൈഹിസ്സലാം നടത്തിയിരുന്നു. ലബാനോട് യാത്രയും ചോദിച്ച് അവരെല്ലാവരും കൻആനെ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. യാത്രയിലുടനീളം ഐസിനെ കുറിച്ചോർത്ത് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സ് ആശങ്കയിലായി. നീണ്ട 14 വർഷത്തിന് ശേഷം താൻ നാട്ടിലേക്ക് പോകുന്നു. തന്റെ മൂത്ത സഹോദരൻ ഐസ് തന്നെ എപ്രകാരമായിരിക്കും സ്വീകരിക്കുക? പ്രതികാരദാഹത്താൽ ഐസ് തന്നെയും തന്റെ കുടുംബത്തെയും വധിക്കുമോ? നബി തന്റെ വിഷമവും ദുഃഖവും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു. 3 ദിവസത്തെ ബുദ്ധിമുട്ടി നിറഞ്ഞ യാത്രയ്ക്കൊടുവിൽ അവർ കൻആനിലെ ഭ്രാന്ത പ്രദേശത്ത് ചേർന്നു. അവിടെ വിശ്രമത്തിനായി 2-3 കൂടാരം വെച്ച് കെട്ടി. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ കന്നുകാലികളുടെ കൂട്ടത്തിൽ നിന്ന് 200 ആടുകളെയും 30 ഒട്ടകങ്ങളെയും 50 പശുക്കളെയും മാറ്റി നിർത്തി. അവയെ തന്റെ മക്കളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കാലിക്കൂട്ടങ്ങളുമായി കൻആനിൽ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ പുത്രൻ ഐസിന്റെ അടുത്ത് പോകണം. അപ്പോൾ അദ്ദേഹം ചോദിക്കും, നിങ്ങൾ ആരാണെന്ന്. അപ്പോൾ പറയണം, ഞങ്ങൾ അങ്ങയുടെ അടിമ യാക്കൂബിന്റെ മക്കൾ ആണെന്ന്. താങ്കൾക്ക് കാഴ്ചവെക്കാൻ യാക്കൂബ് തന്നുവിട്ടതാണ് ഈ കാലിക്കൂട്ടങ്ങളെയെന്നും യാക്കൂബും സംഘവും ഞങ്ങൾക്ക് തൊട്ടുപിറകിലുണ്ടെന്നും പറയണം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ നിർദ്ദേശപ്രകാരം അവർ യാത്രയായി. ഉത്കണ്ഠാകുലമായ മനസ്സോടെ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ കൂടാരത്തിൽ സമയം കഴിച്ചുകൂട്ടി. സമയം സന്ധ്യയോടടുത്തു. അകലെ നിന്നും വലിയൊരു ആരവം കേട്ടു. യാക്കൂബ് നബി അലൈഹിസ്സലാം കൂടാരത്തിന് പുറത്തേക്കിറങ്ങി. ഒരു സംഘം കുതിരക്കാർ അങ്ങോട്ട് പാഞ്ഞെടുക്കുകയാണ്. അതിന്റെ മുമ്പിലുണ്ട് ഐസ്. അവർ ആ കൂടാരത്തിന് അല്പം അകലെയായി നിന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാം ഓടിച്ചെന്ന് ഐസിന്റെ മുന്നിൽ പ്രണമിച്ചു. ഐസ് തന്റെ കുതിരപ്പുറത്ത് നിന്ന് ചാടിയിറങ്ങി യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഗാഢമായി ആലിംഗനം ചെയ്തു. ആ സഹോദരങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാലം ഐസിന്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ പ്രതികാര ചിന്തകളും മായ്ച്ചു കളഞ്ഞിരുന്നു. അള്ളാഹു അളവറ്റ സമ്പത്തുകൾ കൊണ്ട് അനുഗ്രഹിച്ച അദ്ദേഹം ആ പ്രദേശത്ത് ഏവരാലും ബഹുമാനിക്കുന്ന മഹത് വ്യക്തി ആയിരുന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ ഭാര്യമാരെയും കുട്ടികളെയും അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. അവരെല്ലാം അദ്ദേഹത്തെ പ്രണാമം ചെയ്തു. സംതൃപ്തനായ ഐസ് എല്ലാവരോടും യാത്രയും ചോദിച്ച് തന്റെ അനുയായികളുമൊത്ത് യാത്രയായി. പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാമും കുടുംബവും കൻആനിൽ തന്റെ പിതാവിന്റെ സമീപത്തെത്തി. ഐസിൽ നിന്ന് വിവരങ്ങളെല്ലാം അറിഞ്ഞ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം തന്റെ മകന്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ തഴുകി തലോടി. ആ വന്യ പിതാവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട റഖാന ബീവിയുടെ ഖബർസ്ഥാനിലേക്ക് യാക്കൂബ് നബി അലൈഹിസ്സലാം ചെന്നു. വാത്സല്യനിധിയായ തന്റെ ഉമ്മയോടൊത്ത് കഴിച്ചുകൂട്ടിയ ആ നല്ല നാളുകളെ കുളിച്ചോർത്ത് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി.
നബിയും കുടുംബവും കൻആനിൽ താമസം ആരംഭിച്ചു. റാഹേൽ പൂർണ്ണ ഗർഭിണിയായി. ആ ദുർഘടം പിടിച്ച യാത്ര അവരുടെ ആരോഗ്യത്തെ വല്ലാതെ ബാധിച്ചിരുന്നു. ഒരു രാത്രി അവർ ഓമനത്തം തുളുമ്പുന്ന രണ്ടാമത്തെ കുഞ്ഞിനും ജന്മം നൽകി. യാക്കൂബ് നബി അലൈഹിസ്സലാം ആ കുട്ടിക്ക് ബുനിയാൻ എന്ന് പേരിട്ടു. പ്രസവത്തോടുകൂടി റാഹേൽ കൂടുതൽ പരീക്ഷണിതയായി. ദിവസങ്ങൾ ഓരോന്ന് കഴിഞ്ഞു പോകുന്തോറും അവരുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരുന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാം ഊണും ഉറക്കവും വെടിഞ്ഞ് ബീവിയെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി റാഹേൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. റാഹേലിന്റെ മരണം യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ വല്ലാതെ മാനസികമായി തളർത്തി. അധികം താമസിയാതെ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമും വഫാത്തായി. ഭൗതികമായ ദുഃഖങ്ങൾ മനസ്സിൽ നിറഞ്ഞു നിന്നപ്പോഴും അള്ളാഹു തന്നിൽ അർപ്പിച്ച ദൗത്യത്തെക്കുറിച്ച് യാക്കൂബ് നബി അലൈഹിസ്സലാം ബോധവാനായിരുന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ ജനതയിൽ തൗഹീദിന്റെ വെള്ളി വെളിച്ചമെത്തിക്കാൻ കൻആൻ പ്രധാന കേന്ദ്രമാക്കി മതപ്രബോധനം ആരംഭിച്ചു. എത്ര പ്രബോധനം നടത്തിയിട്ടും ആ ജനതയിൽ കാര്യമായ മാറ്റമൊന്നും കണ്ടില്ല. ഈ കഥയിലെ സുപ്രധാനമായ ഒരു കാര്യം മുൻകൂട്ടി പറയുകയാണ്. പ്രവാചകനായ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ വേദഗ്രന്ഥത്തിൽ നിന്നും അതിസുന്ദരനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഗ്രഹിച്ച യഹൂദ എന്ന ഒലിയ് മഹാനായ ആ പ്രവാചകനെ നേരിൽ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചു. തന്റെ ആഗ്രഹം രക്ഷിതാവിൽ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് ഒരു അശരീരി ഉണ്ടായി. യഹൂദ, താങ്കൾ കൻആൻ എന്ന പ്രദേശത്ത് ജുബുൽ ഹസീൻ എന്ന കിണറിൽ പോയി കാത്തിരിക്കുക. 1000-ൽ പരം വർഷങ്ങൾ യഹൂദ ആ കിണറ്റിൽ കാത്തിരുന്നു. അവസാനം അദ്ദേഹത്തിന്റെ ആഗ്രഹ സഫലീകരണം വന്നെത്തി. ഇൻഷാ അല്ലാഹ് ഈ ഭാഗം നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കണം. പിതാവായ ഇസ്ഹാഖ് നബിയുടെ മരണശേഷം യാക്കൂബ് നബി അലൈഹിസ്സലാം കൻആൻ ആസ്ഥാനമാക്കി പ്രബോധനം ആരംഭിച്ചു. ചരിത്ര പ്രസിദ്ധമായ ഈജിപ്തിൽ നിന്നും ഏതാണ്ട് 200 കാതം അകലെ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ പ്രദേശമാണ് കൻആൻ. ഇടതൂർന്ന് നിൽക്കുന്ന ഈന്തപ്പനത്തോട്ടങ്ങളും പച്ചിലക്കാടുകളും നോക്കത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന മരുഭൂമിയും അങ്ങിങ്ങായി പരന്നുകിടക്കുന്ന മലനിരകളും കൻആനിന് അള്ളാഹു കൊടുത്ത സവിശേഷതകളാണ്. ആ ഗ്രാമത്തിന്റെ ഒരു ഭാഗത്തായാണ് അള്ളാഹുവിന്റെ പ്രവാചകനായ യാക്കൂബ് നബിയും കുടുംബവും താമസിക്കുന്നത്. യാക്കൂബ് നബിക്ക് 2 ഭാര്യമാരിലും 2 അടിമ സ്ത്രീകളിലുമായി 12 മക്കളുണ്ട്. ഇവരിൽ ഏറ്റവും ഇളയവരാണ് യൂസഫും ബുനിയാനും. ഇരുവരുടെയും ഉമ്മയായ നബിക്ക് പ്രിയപ്പെട്ട ഭാര്യയുമായ റാഹേൽ ബുനിയാമിനെ പ്രസവിച്ച് കുറച്ച് ദിവസത്തിനകം മരണപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ യൂസഫിനെയും ബുനിയാമിനെയും വളരെയധികം സ്നേഹിച്ചു. കുഞ്ഞായിരുന്ന ബുനിയാമിനെ മുലയൂട്ടുവാൻ ആ ഗ്രാമത്തിലെ ഒരു സ്ത്രീയെ യാക്കൂബ് നബി അലൈഹിസ്സലാം ഏർപ്പെടുത്തി. ആ സ്ത്രീക്ക് ബുനിയാമിന്റെ പ്രായത്തിൽ ബഷീർ എന്നു പേരുള്ളൊരു മകനുണ്ടായിരുന്നു. ആ സ്ത്രീയും കുഞ്ഞും യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തോട് കൂടി താമസിച്ചു. യൂസഫിനെയും ബുനിയാമിനെയും പരിപാലിച്ചു പോന്നു. ഒരു ദിവസം രാത്രി ബുനിയാമിന്റെ കരച്ചിൽ കേട്ടാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം ഉണർന്നത്. വന്നു കുഞ്ഞിനെ നോക്കിയപ്പോൾ അവിടെ കണ്ട കാഴ്ച നബിയിൽ കോപവും വ്യസനവും ഉളവാക്കി. കരയുന്ന തന്റെ കുഞ്ഞിനെ മാറ്റിക്കിടത്തി അവർ സ്വന്തം കുഞ്ഞിന് പാലൂട്ടുന്ന ആ കാഴ്ച നബിയെ വല്ലാതെ വേദനിപ്പിച്ചു. അമിതമായ പുത്രവാത്സല്യം ആ പിതാവിനെ സ്വാർത്ഥനാക്കി. ഈ സ്ത്രീയുടെ കുഞ്ഞുള്ളിടത്തോളം തന്റെ മകനെ ശരിയായ വണ്ണം ഇവർ ശ്രദ്ധിക്കുകയില്ല എന്ന തെറ്റായ ചിന്ത നബിയിൽ തോന്നി. നബി ആ കുഞ്ഞിനെ അവരിൽ നിന്ന് അകറ്റുവാനുള്ള മാർഗം നോക്കി തുടങ്ങി. ആ മാതാവ് പുറത്തേക്ക് പോയ സമയം നോക്കി ഉറങ്ങിക്കിടന്ന ബഷീറിനെ യാക്കൂബ് നബി അലൈഹിസ്സലാം എടുത്ത് ആരും കാണാതെ പുറത്തേക്കിറങ്ങി. നേരത്തെ പറഞ്ഞുറപ്പിച്ച 2 അടിമ കച്ചവടക്കാർക്ക് നബി ആ കുഞ്ഞിനെ കൈമാറി. കുഞ്ഞിനെയും കൊണ്ട് ആ കച്ചവടക്കാർ ആരും കാണാതെ സ്ഥലം വിട്ടു. ആശ്വാസ ഹൃദയവുമായി നബി വീട്ടിലേക്ക് നടന്നു. താൻ ചെയ്ത പാപം എത്ര വലുതാണെന്ന് നബിക്ക് അറിയാമായിരുന്നു. മക്കളോടുള്ള അമിതമായ സ്നേഹമാണ് നബിയെ ആ തെറ്റിന് പ്രേരിപ്പിച്ചത്. അല്പസമയത്തിനുള്ളിൽ ബഷീറിന്റെ ഉമ്മ വീട്ടിൽ തിരിച്ചെത്തി. ഉറങ്ങിക്കിടന്നിരുന്ന തന്റെ മകന്റെ അടുത്തേക്ക് അവർ ചെന്നു. എന്നാൽ തന്റെ മകനെ അവിടെ ഒന്നും കണ്ടില്ല. എല്ലായിടത്തും ആ ഉമ്മ കുഞ്ഞിനെ തിരഞ്ഞു, എവിടെയും കണ്ടില്ല. പരിഭ്രാന്തയായ ആ മാതാവ് എല്ലാവരോടും തന്റെ കുഞ്ഞിനെ കുറിച്ച് തിരക്കി നടന്നു. ദുഃഖം സഹിക്കാതെ നിലത്ത് കിടന്നു ഉരുണ്ട് കരഞ്ഞു. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ദുഃഖം തോന്നി. താൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് ബോധ്യമായി. പശ്ചാത്താപവിശനായ നബി തന്റെ പാപങ്ങൾ പൊറുക്കാൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. എന്നാൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പശ്ചാത്താപ പ്രാർത്ഥനയേക്കാൾ പുത്രദുഃഖത്താൽ പിടയുന്ന ആ മാതാവിന്റെ വേദനയ്ക്ക് വില കൽപ്പിച്ചു. ആ മാതാവിന്റെ കുഞ്ഞിനെ കണ്ടെത്തുന്നതുവരെ അതേ പുത്രദുഃഖം നബിയും അനുഭവിക്കുമെന്നും അല്ലാഹു നബിയെ അറിയിച്ചു.
ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ആ ദുഃഖവും നബി മറന്നു കഴിഞ്ഞിരുന്നു. യൂസഫിനെയും ബുന്യാമിനെയും ലാളിച്ചു നബി ഓരോ ദിവസങ്ങളും കഴിച്ചുകൂട്ടി. മറ്റു മക്കളോടൊപ്പം ആടിനെ മേയ്ക്കുവാനോ മറ്റുള്ളവരോടൊപ്പം ആടിപ്പാടി നടക്കുവാനോ നബി ഇരുവരെയും അനുവദിച്ചില്ല. യൂസഫിനോടും ബിന്യാമിനോടും കാണിക്കുന്ന അമിത സ്നേഹവും വാത്സല്യവും കണ്ട് ബാക്കി പുത്രന്മാർക്കും അമർഷമുളവായി. എന്നാൽ അതവർ പുറത്ത് കാണിച്ചില്ല. പ്രകടിപ്പിച്ചാൽ അപകടമാണെന്ന് അവർക്കറിയാമായിരുന്നു. ലിയായും യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രവർത്തികൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവരും എല്ലാം ഉള്ളിൽ ഒളിപ്പിച്ചു. യൂസഫിന് 15 വയസ്സ് തികഞ്ഞു. ഒരു ദിവസം പതിവ് പോലെ യൂസഫ് തന്റെ പിതാവിനോടൊന്നിച്ച് ഉറങ്ങുവാൻ കിടന്നു. ആ ഉറക്കത്തിൽ കുട്ടിയായ യൂസഫ് വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു. ആകാശത്ത് കത്ത് ജ്വലിച്ചു നിന്ന സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തന്നെ വണങ്ങുന്നു. ഈ വിചിത്രമായ സ്വപ്നം കണ്ട ആ ബാലൻ ഞെട്ടിയുണർന്നു. ഭയത്തോടെ തന്റെ പിതാവിനെ കെട്ടിപ്പിടിച്ചു. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പുത്രനെ സാന്ത്വനപ്പെടുത്തിയ ശേഷം വിവരങ്ങൾ അന്വേഷിച്ചു. തനിക്കുണ്ടായ അതിശയകരമായ സ്വപ്നം പിതാവിനോട് വിവരിച്ചു. സ്വപ്ന വൃത്താന്തം അറിഞ്ഞ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മുഖം പ്രസന്നമായി. അദ്ദേഹം വാത്സല്യത്തോടെ യൂസഫ് നബിയുടെ കവിളിൽ ഉമ്മ വെച്ചു. എന്നിട്ട് യൂസഫിനോട് പറഞ്ഞു, മകനെ, നീ സ്വപ്നത്തിൽ കണ്ട സൂര്യനും ചന്ദ്രനും നിന്റെ മാതാപിതാക്കളാണ്. 11 നക്ഷത്രം നിന്റെ സഹോദരങ്ങളും. എല്ലാം ഒരു നാൾ നിന്റെ അധീനതയിൽ ജീവിക്കേണ്ടി വരും. ഇതാണ് നീ കണ്ട സ്വപ്നത്തിന്റെ സാരം. അതിനാൽ എന്റെ മകൻ ഭയപ്പെടേണ്ട. എന്നാൽ നീ കണ്ട ഈ സ്വപ്നത്തെക്കുറിച്ചോ അതിന് ഞാൻ തന്ന വ്യാഖ്യാനത്തെക്കുറിച്ചോ നിന്റെ സഹോദരങ്ങളെയോ മറ്റുള്ളവരെയോ അറിയിക്കരുത്. അത് നിനക്ക് അപകടമാണ്. പിതാവിന്റെ നിർദ്ദേശം യൂസഫ് നബി അലൈഹിസ്സലാം അംഗീകരിച്ചു. അവർ വീണ്ടും ഉറങ്ങുവാൻ കിടന്നു. എന്നാൽ അവിടെ നടന്ന സംഭാഷണമെല്ലാം അടുത്ത മുറിയിലുണ്ടായിരുന്ന ലിയ കേൾക്കുന്നുണ്ടായിരുന്നു. സ്വപ്ന വ്യാഖ്യാനം കേട്ട ലിയയുടെ മനസ്സിൽ അസൂയയും കോപവും ഇരട്ടിച്ചു. അവരുടെ മനസ്സിൽ പലവിധ ആശങ്കകളും ഉയർന്നു. അസ്വസ്ഥമായ ചിന്തകളാൽ ലിയ ഒരു വിധത്തിൽ നേരം വിളിപ്പിച്ചു. പ്രഭാതമായ ഉടൻ തന്നെ മൂത്ത പുത്രന്മാരായ റൂബലിനെയും ഷമ്മേനെയും യഹൂദയെയും അരികിൽ വിളിച്ചു യൂസഫ് കണ്ട സ്വപ്നത്തെക്കുറിച്ചും അതിന് പിതാവ് നൽകിയ വ്യാഖ്യാനത്തെക്കുറിച്ചും വളരെ വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. വിവരങ്ങൾ അറിഞ്ഞ റൂബലിന്റെ മുഖം കോപത്താൽ ചുവന്നു തുടുത്തു. എന്ത്, നമ്മളെല്ലാം യൂസഫിന്റെ അധീനതയിൽ ജീവിക്കേണ്ടി വരുമെന്നോ? ഇല്ല, ഇതു കള്ളമാണ്, ചതിയാണ്. പിതാവിന്റെ സ്നേഹം അവനിലുണ്ടാകുവാൻ അവൻ നെയ്തെടുത്ത കള്ളക്കഥയാണിത്. അവന്റെ വഞ്ചനയിൽ പിതാവ് അകപ്പെട്ടിരിക്കുന്നു. ഈ വിധം മുന്നോട്ടു പോയാൽ പിതാവിന് നമ്മോട് അല്പം പോലും സ്നേഹമില്ലാതാകും. ഒരുപക്ഷെ അദ്ദേഹം നമ്മെ വെറുക്കാനും സാധ്യതയുണ്ട്. ഇല്ല, അതിന് അനുവദിക്കാൻ പാടില്ല. അവന്റെ ശല്യം എന്നേക്കുമായി അവസാനിപ്പിച്ചേ പറ്റൂ. പ്രതികാരദാഹികളായി തീർന്ന അവർ തങ്ങളുടെ മറ്റു സഹോദരങ്ങളെ രഹസ്യമായി ഒരുമിച്ച് കൂട്ടി. യൂസഫിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. യൂസുഫിനെ എങ്ങനെ ഇല്ലാതാക്കും എന്നതിനെ കുറിച്ച് ചർച്ചകൾ തുടങ്ങി. പലരും പല മാർഗങ്ങൾ മുന്നോട്ട് വെച്ചു. അവസാനം ഷമ്മേൻ എന്ന സഹോദരൻ പറഞ്ഞു, യൂസഫിനെ ഇല്ലായ്മ ചെയ്യാൻ എനിക്ക് തോന്നിയ ഒരു വഴി ഞാൻ പറയാം. അവസാനം ഷമ്മേൻ പറഞ്ഞു, യൂസഫിന്റെ ശല്യം ഇല്ലാതാക്കാൻ എനിക്ക് ഉചിതമെന്ന് തോന്നിയ ഒരു വഴി ഞാൻ പറയാം. കളിക്കാനാണെന്നും പറഞ്ഞ് യൂസുഫിനെ നമുക്ക് കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. അവിടെ വെച്ച് ആരും അറിയാതെ യൂസഫിനെ ഇല്ലാതാക്കാം. ഇതുകേട്ട യഹൂദ പറഞ്ഞു, ഷമ്മേൻ, പിതാവ് യൂസഫിനെ നമ്മോടൊപ്പം കാട്ടിലേക്ക് അയക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതിന് വഴിയുണ്ട്. യൂസഫിന്റെ സമീപത്ത് നിന്ന് പലവിധ കളികളിൽ ഏർപ്പെടാം. അത് കാണുമ്പോൾ നമ്മോടൊപ്പം കാട്ടിൽ വരാൻ അവൻ ആഗ്രഹം പ്രകടിപ്പിക്കും. അവന്റെ ആഗ്രഹത്തിന് പിതാവ് ഒരിക്കലും എതിര് നിൽക്കുകയുമില്ല. ഈ നിർദ്ദേശം എല്ലാവരും അംഗീകരിച്ചു. അവർ യൂസഫിനു ചുറ്റും നിന്ന് പലവിധ വിനോദങ്ങളിൽ ഏർപ്പെട്ടു. ഇതെല്ലാം കണ്ട് യൂസഫ് അവരോട് ചോദിച്ചു, ജ്യേഷ്ഠന്മാരെ, നിങ്ങൾ കാട്ടിൽ ആടിനെ മേക്കാൻ പോകുമ്പോഴും ഇതുപോലെയുള്ള വിനോദങ്ങളിൽ ഏർപ്പെടലുണ്ടോ? കൊള്ളാം, അത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ദിവസം ഞങ്ങളോടൊപ്പം കാട്ടിൽ വന്ന് നോക്കൂ. അപ്പോൾ കാണാം കാട്ടിലെ വിനോദം. ഇത് കേട്ട യൂസഫ് നബി അലൈഹിസ്സലാം അവരോട് ചോദിച്ചു, ജ്യേഷ്ഠന്മാരെ, നാളെ നിങ്ങളോടൊപ്പം ഞാനും കാട്ടിൽ വരട്ടെ? ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പിതാവ് ഞങ്ങളോടൊപ്പം വിടുമെന്ന് തോന്നുന്നുണ്ടോ? നീ ഒരു കാര്യം ചെയ്യൂ, ആദ്യം പിതാവിൽ നിന്ന് നീ തന്നെ സമ്മതം വേടിക്കൂ. അപ്പോൾ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകാം എന്നവർ യൂസഫിനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് പിതാവിന്റെ അരികിലേക്ക് ഓടിയണഞ്ഞ യൂസഫിനെ പിതാവ് വാത്സല്യപൂർവ്വം എടുത്തു മടിയിലിരുത്തി. എന്താ മോനെ? ബാപ്പ, ഞാനൊരാഗ്രഹം അറിയിച്ചാൽ അങ്ങ് അനുവാദം നൽകിടുമോ? എന്താണ് കാര്യം? എന്റെ മകന്റെ ഏതൊരാഗ്രഹവും നിറവേറ്റി തരുവാൻ ഈ പിതാവിന് സമ്മതമാണല്ലോ. ബാപ്പ, നാളെ ഞാൻ ജ്യേഷ്ഠന്മാരുമൊത്ത് കാട്ടിൽ ആടുമേക്കാൻ പോകുവാൻ എനിക്കും അനുവാദം നൽകിയിടണം. ഇതുകേട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മുഖം വാടി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, അവരോടൊന്നിച്ചു നീ പോകണ്ട. ബാപ്പ, അവരുടെ കളികൾ കാണാൻ എന്തൊരു ഭംഗിയാണ്.
കാട്ടിലും അവർ ഇതുപോലെ കളിക്കുമെന്ന് പറഞ്ഞു. മോനെ, കളിക്കുമ്പോൾ അവർക്ക് കളിയുടെ ചിന്ത മാത്രമേ കാണൂ. കാട്ടിൽ വെച്ച് എന്റെ മകന് എന്തെങ്കിലും അപകടം പിണഞ്ഞാൽ ഈ ബാപ്പാക്ക് സഹിക്കുവാൻ കഴിയില്ല. ബാപ്പ, അവരെന്റെ സഹോദരങ്ങളല്ലേ, ഒരിക്കലും എന്നെ അപകടപ്പെടുത്തുകയില്ല. അനുവാദം തരൂ ബാപ്പ. പുത്രന്റെ സ്നേഹം നിറഞ്ഞ വാക്കുകളെ എതിർത്ത് പിന്നെയൊന്നും പറയുവാൻ വാത്സല്യനിധിയായ ആ പിതാവിന് കഴിഞ്ഞില്ല. മനസ്സില്ലാ മനസ്സോടെ യാക്കൂബ് നബി അലൈഹിസ്സലാം അനുവാദം നൽകി. സന്തോഷത്താൽ അലയടിച്ചു ആ കുഞ്ഞു മനസ്സ്. പിതാവിന്റെ കവിളിൽ തുരുതുരാ ഉമ്മകൾ നൽകി. ഈ വിവരം സഹോദരങ്ങളെ അറിയിക്കാൻ അവരുടെ അടുത്തേക്ക് ഓടിപ്പോയി. പിറ്റേ ദിവസം പ്രഭാതമായി. യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസഫിനെ കുളിപ്പിച്ച് സുഗന്ധ തൈലങ്ങൾ പുരട്ടി. താൻ സ്വന്തമായി തുന്നിയ ചിത്രാലങ്കൃതമായ ഉടുപ്പ് യൂസഫിനെ അണിയിപ്പിച്ചു. പിതാവും പുത്രനും ഒരുമിച്ചിരുന്ന് ആഹാരവും കഴിച്ചു. ഇത്രയും ആയപ്പോഴേക്കും പുത്രന്മാർ 10 പേരും അവിടെ ഹാജരായി. യൂസഫിനോട് പലവിധ സ്നേഹപ്രകടനം നടത്തി. ഇതെല്ലാം കണ്ട് സംതൃപ്തനായ യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, മക്കളെ, യൂസഫിനെ വളരെയധികം സൂക്ഷിച്ചു കൊണ്ടുപോകണം. കാട്ടിലെ കല്ലും മുള്ളും നിറഞ്ഞ പാതയിൽ സഞ്ചരിച്ചവന് ശീലമില്ല. അവനെ നടത്തരുത്. കാട്ടിലെത്തിയാൽ അവനെ തനിച്ചാക്കി നിങ്ങൾ എങ്ങും പോകരുത്. കഴിയുന്നതും നേരത്തെ വീട്ടിലേക്ക് മടങ്ങി വരികയും വേണം. പിതാവിന്റെ നിർദ്ദേശങ്ങളെല്ലാം അവർ അതേപടി അംഗീകരിച്ചു. ഷമ്മേൻ ഓടിച്ചെന്ന് യൂസഫിനെ പൊക്കിയെടുത്തു. പിതാവിനോട് യാത്രയും പറഞ്ഞ് നടന്നു. പുത്രന്മാർ കണ്ണിൽ നിന്നും മറയുന്നതുവരെ ആ പിതാവ് നിർനിമേഷനായി നോക്കി നിന്നു. അവരുടെ രക്ഷയ്ക്കായി അള്ളാഹുവിനോട് ദുആ ചെയ്തു. അവർ കാടിനോട് അടുക്കാറായി. പെട്ടെന്ന് മുന്നിൽ നടന്നിരുന്ന റൂബിൽ തിരിഞ്ഞു നോക്കി. ഷമ്മേൽ, എന്തിനാണ് ഇനിയും ഇവനെ തോളിൽ ഏറ്റി നടക്കുന്നത്? ഇറക്കി താഴെ നിർത്തൂ. ഷമ്മേൻ പറഞ്ഞു, റൂബിൽ, അവൻ നമ്മുടെ രാജാവല്ലേ? രാജാവിനെ തോളിൽ ഏറ്റി നടക്കുന്നത് അടിമകളല്ലേ? ഇത് കേട്ട് മറ്റ് എല്ലാവരും പരിഹസിച്ച് ആർത്ത് ചിരിച്ചു. കോപിഷ്ഠനായ റൂബിൽ ഓടിച്ചെന്ന് ഷമ്മേന്റെ ഉടുപ്പിന് വലിച്ചു പിടിച്ചു. ആ വലിയുടെ അഗാധത്തിൽ യൂസഫ് നബി അലൈഹിസ്സലാം താഴെ വീണു ഉരുണ്ടു. അപ്പോഴും അവർ ആർത്ത് ചിരിച്ചു. പരിഭ്രാന്തനായ യൂസഫ് അവരുടെ ഓരോരുത്തരുടെയും മുഖത്ത് മാറി മാറി നോക്കി. ജ്യേഷ്ഠന്മാരെ, എന്തിനാണ് എന്നോട് ഈ വിധം പെരുമാറുന്നത്? ഞാൻ എന്തു തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്കൊന്നും മനസ്സിലാകുന്നില്ല അല്ലേ? ഞങ്ങൾ എല്ലാവരും അയോഗ്യരെന്ന് കാണിക്കുവാൻ വേണ്ടി പിതാവിനോട് കള്ളക്കഥ പറഞ്ഞു കൊടുത്തു. ആ കഥ പിതാവ് വിശ്വസിച്ചു. അദ്ദേഹം ഞങ്ങളെ വെറുക്കാനും തുടങ്ങി. ഇതെല്ലാം ചെയ്ത വഞ്ചകനായ നിന്നെ ഞങ്ങൾ വെറുതെ വിടുമെന്ന് വിചാരിച്ചോ? അവർ യൂസഫിന് നേരെ പാഞ്ഞെടുത്തു. അവരുടെ മർദ്ദനങ്ങൾ ഏറ്റു യൂസഫിന്റെ ശരീരം വേദനയാൽ പിടഞ്ഞു. നിമിഷങ്ങൾ കഴിയുന്തോറും അവരുടെ കോപം ഇരട്ടിച്ചു. അല്പമകലെ കിടക്കുന്ന ഒരു വലിയ കല്ലെടുത്ത് അവരിൽ ചിലർ അവശനായി കിടക്കുന്ന യൂസഫിന്റെ നേരെ പാഞ്ഞെടുത്തു. അവരുടെ ഉദ്ദേശം മനസ്സിലാക്കിയ യഹൂദ അവരെ തടഞ്ഞു. അരുത്, യൂസഫിനെ കൊല്ലരുത്, അവനെ വധിക്കരുത്. അത് ഞാൻ അനുവദിക്കുകയില്ല. അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇവിടെ നടന്ന എല്ലാ കാര്യവും ഞാൻ പിതാവിനെ അറിയിക്കും. ഇത് കേട്ടപ്പോൾ അവർ കല്ല് താഴെയിട്ടു. യഹൂദ, എന്താണ് നീ പറയുന്നത്? ഇവന്റെ ശല്യം അവസാനിപ്പിക്കാൻ നമുക്ക് വീണു കിട്ടിയ അവസരമാണിത്. അത് നഷ്ടപ്പെടുത്തണമെന്നാണോ നീ പറയുന്നത്? റൂബിൽ, ഇവന്റെ ശല്യം തീർക്കുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ ഉദ്ദേശം. അതിനായി ഞാൻ ഒരു നിർദ്ദേശം പറയാം. അതാ ആ കാണുന്ന പൊട്ട കിണറ്റിൽ അവനെ ഉപേക്ഷിക്കാം. ഇൻഷാ അല്ലാഹ്. യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിന്റെ ബാക്കി ഭാഗം അടുത്ത ദിവസം നമുക്ക് ചർച്ച ചെയ്യാം. അതുവരേക്കും വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.